നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ ഫോണിനകത്തേക്ക് വരുന്ന പരസ്യങ്ങൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ ഫീച്ചറുകളും ഓരോ സെറ്റിങ്സുകളും പലതായിട്ട് നമ്മൾ പരിശോധിച്ചു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ചെറിയ 1-2 സെറ്റിങ്സുകൾ കൂടെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തേക്ക് വരുന്ന പരസ്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമതായിട്ട് പരിശോധിച്ച് നമ്മൾ ഗൂഗിൾ ക്രോം എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ വലതുഭാഗത്തുള്ള ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പോപ്പപ്പ് ആൻഡ് റീഡയറക്ട്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെയാണ് കാണുന്നതെങ്കിൽ ഏറ്റവും മുകളിലായി കാണുന്ന സൈറ്റ് ക്യാൻ സെൻഡ് പോപ്പപ്പ് ആൻഡ് യൂസ് റീഡയറക്ട്സ് എന്നുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓഫ് ചെയ്യണം. അത് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കാണുന്ന ഡോൺ അലോ സൈറ്റ് ടു സെൻഡ് പോപ്പപ്സ് ആൻഡ് യൂസ് റീഡയറക്റ്റ് എന്നുള്ള ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് കയറുമ്പോൾ ആ വെബ്സൈറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ആയിട്ട് മറ്റു വെബ്സൈറ്റിലേക്ക് കയറും. ഇത് നമുക്ക് ആഡ്സുകൾ ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ കയറി നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോകുന്നതിനും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളൊരു വെബ്സൈറ്റിൽ കയറി ആ വെബ്സൈറ്റിൻ്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആവശ്യം കഴിയുന്നതിന് മുന്നേ തന്നെ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകും. അങ്ങനെ വരുമ്പോൾ രണ്ടാമത് കയറുന്ന വെബ്സൈറ്റിൽ ചിലപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി സേഫ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റകളൊക്കെ ചോർന്നു പോവുകയും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ പരസ്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് ഒരുപാട് വരും. നമ്മളറിയാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പുറമെ റീഡയറക്റ്റിലേക്ക് പോകുന്ന വെബ്സൈറ്റിലായിരിക്കും തേർഡ് പാർട്ടി വെബ്സൈറ്റ്. അതിൽ നിന്ന് ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വരും. ഇപ്പോൾ തന്നെ ഇവിടെ നോക്കുക, ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിനകത്ത് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഏതോ ഒരു വെബ്സൈറ്റിൽ കയറിയപ്പോൾ റീഡയറക്റ്റ് ആയിട്ട് സെക്കൻഡ് വെബ്സൈറ്റിൽ ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അതിവിടെ സേവ്ഡ് ആണ്. ഇതുവഴി എനിക്ക് പരസ്യങ്ങൾ വരും. ഇത്തരത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ അവസാനം കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റിമൂവ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്നാമത്തെ സെറ്റിങ്സ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ കുറച്ച് മുകളിലോട്ട് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇൻട്രസീവ് ആഡ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് മൊബൈൽ ഫോണിൻ്റെ പരസ്യങ്ങൾ, നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള മറ്റൊരു ഫീച്ചറാണ്. ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ആൻഡ് സൈറ്റ് ദാറ്റ് യു വിസിറ്റ് ക്യാൻ ഷോ ആനി ആഡ് ടു യു. നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നോ ആ വെബ്സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പരസ്യങ്ങൾ വരാനുള്ള പെർമിഷനാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഒന്നാമത്തതിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ എടുത്ത് രണ്ടാമത്തെ സെറ്റിങ്സിലേക്ക് നിങ്ങൾ മാറ്റി വെക്കുക. ഇവിടെ കാണാം ആഡ്സ് ആർ ബ്ലോക്ക്ഡ് ഓൺ സൈറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോണിനകത്ത് നിന്ന് നമ്മൾ ഏത് വെബ്സൈറ്റിൽ കയറുകയാണെങ്കിലും അവർക്ക് നമുക്ക് പരസ്യം തരാനുള്ള പെർമിഷൻ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ 2 സെറ്റിങ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഫോണിനകത്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ആപ്സ് എന്ന് കാണാൻ സാധിക്കും. ഈ ആപ്സ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് കാണും. നിങ്ങളുടെ ഫോണിനകത്ത് ആപ്ലിക്കേഷൻ മാനേജർ എന്നാരും കാണാൻ സാധിക്കുക. അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകളും കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത നമ്മുടെ ഫോണിനകത്ത് നമ്മൾ കണ്ട് പരിചയിക്കാത്ത ഏതെങ്കിലും വെബ്സൈറ്റുകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ ശ്രമിക്കണം. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഈ ഐക്കണുകൾ, ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഇടത് ഭാഗത്തുള്ള ഐക്കണുകൾ കാണാത്ത ഏതെങ്കിലും ആപ്പുകൾ ഇതിനകത്തുണ്ടെങ്കിൽ അത്തരം ആപ്പുകൾ ജസ്റ്റ് അതിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്തരം ആപ്പുകൾ നിങ്ങളുടെ ഫോണിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കാത്ത, നിങ്ങളറിയാത്ത ആപ്പുകളുണ്ടെങ്കിൽ അതുകൂടെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അത്തരം ആപ്പുകൾ നമ്മുടെ ഫോണിനകത്തുള്ള സെക്യൂരിറ്റിയെ ബാധിക്കുകയും നമുക്ക് ചില ആഡ്സുകളൊക്കെ തരാൻ അത് കാരണമാവുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് വരുന്ന പരസ്യങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഓഫ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.